അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇത് ചാത്തൻ സേവ മഠത്തിൽ നടന്ന ഒരു കുത്തിറാത്തീബാണ്. ജാതി മത ഭേദമന്യേ ഏവർക്കും സ്വാഗതം. കോഴിപ്പറമ്പിൽ ചാത്തൻ സേവ മഠം. പിന്നെ എൻ്റെ അടിയിൽ എന്തൊക്കെയോ എഴുത്തൊക്കെ ഉണ്ട്. അവിടെ ഒരു ജാറുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചത്തുണി ഉണ്ട് എന്ന് കരുതിയിട്ട് അവിടെ പോയിട്ട് ഇവർ ഈ പരിപാടിയൊക്കെ നടത്തണമൊക്കെ ശരി. അവിടെ പാടുന്ന പാട്ട് എന്താണ്? ഹസ്ബുൻ അല്ലാഹ് എന്നാണ് പറയുന്നത്. ഹസ്ബുൻ അല്ലാഹു നിഅമൽ വക്കീൽ എന്നൊക്കെ അവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ചാത്തൻ സേവാ മഠത്തിലാണ് പറയുന്നത്. ഇത് സംബന്ധമായിക്കൊണ്ട് മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. ശരീരത്തിൽ കുത്തി രക്തമൊക്കെ വരുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കതൊന്ന് കുറച്ച് കാണാം. ജാതിമതം ഭേദമന്യേ ഏവർക്കും കോഴിപ്പറമ്പിൽ. ചാത്തൻ ഇരിക്കണുണ്ടോ? ചാത്തനാണേ. ഈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് കാട്ടുന്നുണ്ട്. ഒരു രണ്ട് കുത്ത് നേരെ കുത്തി കഴിഞ്ഞാൽ തീട്ടോ മൂത്രമൊക്കെ പാടിട്ട് പുറത്തിയാടൂലേ? ആ പണ്ടൊക്കെ പാടിട്ട് പുറത്തേക്ക് ആടൂലേ? അതെന്താ ഈ 100 കണക്കിന് കുത്തു ഇങ്ങനെ വരഞ്ഞിട്ടാണ് കുറച്ച് ചോര അവിടുന്ന് പൊട്ടിച്ചിരിക്കണത്. തൊലി പൊട്ടിച്ചിട്ടുള്ള ചോരയാണ് ഇത്. എന്തെങ്കിലും മയക്കുമരുന്നോ MDMA ഒക്കെ അടിച്ചിട്ട് ശരീരത്തിൽ വേദന അറിയാത്ത രൂപത്തിലാക്കിയിട്ടാവും ഈ കാണിക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ. ആ കത്തി എടുത്തിട്ട് നല്ലൊരു കുത്തട് കൊടുത്തു കഴിഞ്ഞാൽ തുളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ചോരയും അതുപോലെ വയറ്റിലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തു വീഴും. അതല്ലേ ചെയ്യണ്ടേ? അതല്ലേ ഹീറോയിസം? അല്ല അത് ഇങ്ങനെ തൊലിപ്പുറത്ത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ചോരയും കാണിച്ചിട്ട് ആരെയാണ് ഈ പോത്താക്കണത്? അതും ചാത്തൻ്റെ ഒരു സേവാമടാണ്. ചാത്തൻ സേവാ മടാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ ചാത്തനെ ഇവർ പറ്റിച്ചു പോയിട്ട് എന്നുള്ളതാണ്. ചാത്തന്മാരുടെ ആളുകളേക്കുന്ന് കുറച്ച് പൈസയും വാങ്ങിയിട്ട് ഓലി തരികിട കാട്ടിയിട്ട് പോന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ദേഹത്ത് ഉപദ്രവമേൽപ്പിച്ചുകൊണ്ട് ഒരു ഇബാദത്തില്ല. ഇതുപോലെയുള്ള ചാത്തനും ഇബിലീസിനും ശൈത്താനും അതുപോലെ ഇവരുടെ ചേക്കുട്ടിക്കും ഒക്കെയാണ് ഇതുപോലെയുള്ള ഈ മേത്ത് ക്രീഡകൾ നടത്തിക്കൊണ്ട് ഇതുപോലെ അപകടം പിടിച്ച ക്രിമിനൽ റാത്തീബുകൾ നടത്താറുള്ളത്. ഇവരിത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? വെളിച്ചപ്പാട് എന്നുള്ളൊരു സിസ്റ്റം, അത് ഹൈന്ദവ വിശ്വാസപ്രകാരം അവരുടെ ക്ഷേത്രങ്ങളിൽ അവരുടെ പ്രതിഷ്ഠകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇളകിത്തുള്ളിയിട്ട് ഇങ്ങനെ തലമ വെട്ടാറൊക്കെ ഉണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു മേത്ത് കുത്തി കയറ്റലോ അല്ലെങ്കിൽ കുത്തി മുറിയാക്കലോ അല്ലെങ്കിൽ തലയിൽ വെട്ടലോ ഒന്നും ഇസ്ലാമിലില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണിത്? ഇത് ഇവരുടെ ഒരു പ്രത്യേക മതമാണ്. ഇത് സമസ്ത മതം എന്ന് പറയും. ഇസ്ലാം മതമായിട്ട് ഇതിന് യാതൊരു ബന്ധമല്ല. അവരുടെ പേരൊക്കെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും. അതിപ്പോൾ നിങ്ങൾ അറബ് നാട്ടിൽ പോയൊക്കെ ക്രൈസ്തവർക്ക് അതുപോലെ തന്നെ ജൂതർക്ക് ഒക്കെ മുസ്ലിം പേരുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ലബീദ് ഇബ്നു അഅസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുസ്ലിം പേരായിട്ട് തോന്നൂലേ? അതുപോലെ അബൂ ലഹബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിമ കണ്ണാണെന്നൊക്കെ തോന്നൂലേ? ഇല്ലേ, പച്ച മുശ്രിക്കായിരുന്നു. അപ്പോൾ മുസ്ലിം പേര് കണ്ടിട്ടോ അല്ലെങ്കിൽ തലയിൽ കെട്ടോ തൊപ്പിയോ കണ്ടിട്ടൊന്നും നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. ഇവർ ബറേൽവിസം അതുപോലെ തന്നെ ഷിയായിസം, പിന്നെ ഏതൊക്കെ മതങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാമോ ആ മതങ്ങളുടെ ആചാരങ്ങളെല്ലാം അവർ കട്ടെടുത്തിട്ട് അതൊക്കെ അവരുടെ അനുഷ്ഠാനങ്ങൾ അതിലൊരു സലാത്തും ദിക്റുകൊണ്ട് കയറ്റും. എന്നിട്ട് ഇത് ഇസ്ലാമാണെന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കും. ഈ മേത്ത് കുത്തിപ്പൊളിക്കണതില്ലേ, അതും ഇസ്ലാമായിട്ട് എന്ത് ബന്ധമുള്ളത്? മേത്ത് സ്വന്തം ശരീരത്തിൽ സ്വന്തം ക്രീഡകൾ അല്ലാതെ ബദറിലൊക്കെ പോയിട്ട് ശരീരമാസകലം വെട്ടും കുത്തുമേറ്റുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് മരണപ്പെട്ടു പോയ സ്വഹാബി വര്യന്മാരുണ്ട്. അവരൊന്നും സ്വയമല്ല കുത്തിയിരുന്നത്. അവിടുന്ന് അക്രമികൾ അമ്പെയ്തിട്ടും വാരിക്കുന്തം കൊണ്ട് കുത്തിയതും അതുപോലെ തന്നെ വടിവാളുകൊണ്ടും കൊടുവാളുകൊണ്ടും പടവാളുകൊണ്ടും വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഷഹാദത്തിൻ്റെ മാധുര്യം അല്ലേ, ധീര ഷഹീദുകളായിക്കൊണ്ട് സ്വർഗത്തിലെ പച്ച പറവകളായിക്കൊണ്ട് അവർ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അവർ പോയിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ കുത്താറാത്തീബ് നടത്തിയിട്ട് ഏതെങ്കിലും ഒന്ന് ചത്തിട്ടുണ്ടോ? ഇല്ലേ. അപ്പം എന്താ സംഭവം? കുത്തണില്ല.
പിന്നെന്താ ഈ ചോര? അതൊക്കെ അങ്ങനെ എല്ലാം വരുത്താൻ കഴിയും. ഇപ്പോൾ പൈസ കിട്ടും എന്ന് പറഞ്ഞ ബ്ലേഡ് എടുത്തിട്ട് കൈമ 4 വരയൊക്കെ ഇട്ടിട്ട് ഒന്നും വേണ്ട. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ കയ്യുമ്മ ബ്ലേഡ് കൊണ്ട് പോറിയിട്ട് പിന്നെ അവിടെ മയക്കുമരുന്ന്, അത് ഏത് മരുന്നെന്നൊന്നും ഞാൻ പേര് പറയുന്നില്ല, അതൊക്കെ തേച്ചുകൊണ്ട് 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. ചെറിയ ലഹരിക്ക് വേണ്ടിയിട്ടാണ് കയ്യിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് ചെറിയ ലഹരിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർക്ക് ലഭിക്കുന്നത് ലഹരിയും അതുപോലെ പണവും കൂടിയാണ്. അതിന് 2 മുറിയോ 3 മുറിയോ ആക്കാലോ. പിന്നെ ആ മുറി ആയിക്കഴിഞ്ഞാൽ, ചെറിയൊരു മുറിവ് ആയിക്കഴിഞ്ഞാൽ ആ മുറിമ ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചാൽ മതിയേ. ഇതിങ്ങനെ ഒപ്പിച്ചാൽ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ അപ്പുറം ഇതിനൊന്നുമില്ല. ഇത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല. അപ്പം നടത്തിയില്ലേ, ഈ വെളിച്ചപ്പാടിന് പറ്റിയ സാധനമാണിത്. മറ്റേ വെളിച്ചപ്പാടുകൾ ചുവന്ന പട്ടെടുക്കും, ഇവർ വെള്ള തുണി എടുക്കും. എന്തിനാണ്? ചോര വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. വല്ലാത്ത ജാതി വിശ്വാസമായിപ്പോയി, വല്ലാത്ത ജാതി ഇബാദത്തായിപ്പോയി. ഇതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല. ബന്ധമുണ്ടെന്ന് തെളിയിക്കണമെന്ന് 1 ലക്ഷം ഉറുപ്പിക. ഈ പറഞ്ഞ ഈ കുത്തുറാത്തീബിന് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ തെളിവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോളിയും. എൻ്റെ നമ്പർ ഇത് അവിടെ കാണുന്നുണ്ട്, വിളിച്ചോളിയും. ഇസ്ലാമുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ 1 ലക്ഷം ഉറുപ്പിക ഞാൻ നൽകാം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ തരത്തിലുള്ള ഈ വൃത്തികെട്ട, ഈ അറപ്പുളവാക്കുന്ന ഈ ഇസ്ലാമിൻ്റെ പേരിന് കളങ്കം ചാർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. നമ്മളിവിടെ ഇരുന്ന് പറയുന്നുണ്ട് അത് ഇസ്ലാമല്ല, മുസ്ലിങ്ങളല്ലാന്ന് പച്ചക്ക് പറയും. ഇസ്ലാമുമായിട്ട് അതിനൊരു ബന്ധമല്ല. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് തെളിവായിട്ട് വന്നോ, 1 ലക്ഷം ഉറുപ്പിക ഞാൻ തരാം, എനിക്കൊരു മടിയില്ല. ഇസ്ലാമുമായിട്ട് അതിനുള്ള ബന്ധം നിങ്ങൾ തെളിയിക്കണം. ഇസ്ലാം അല്ല എന്ന് ഇവിടെ പച്ചക്ക് പറയുമ്പോൾ ഇതേപോലെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ധൈര്യമുള്ളവര് അത് ഇസ്ലാമാണെന്ന്. റിഫായ് ഷെയ്ഖിൻ്റെ, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങനെ എത്ര ഷെയ്ഖിൻ്റെ പേര് വേണമെങ്കിലും ഞമ്മക്കും പറയാലോ. എന്നിട്ട് മേത്ത് ഇങ്ങനെ കത്തിരുത്തിട്ട് ഇങ്ങനെ കുത്തത് ഇസ്ലാമാന്നും പറയാം. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല, പുലബന്ധമില്ല എന്നല്ല, ഒരു ബന്ധമല്ല. നിങ്ങൾ ഈ കോലത്തിൽ മേത്ത് മുറിയാക്കിയിട്ട് കായും വാങ്ങിയിട്ട് നക്കാൻ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നുള്ളത് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, കുത്തുറാത്തീബ് ഇസ്ലാമികല്ല. ഇസ്ലാമിൽ അതിന് യാതൊരു തരത്തിലുള്ള സ്ഥാനവുമില്ല, ബന്ധവുമില്ല. പിന്നെ അവർ കാട്ടെന്താ? ഓലിക്ക് എന്തും കാട്ടാലോ. ഓല മതം അങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്.